സഹാബത്തൊക്കെ നമ്മൾ ഈ പറയുന്നതിലപ്പുറം ഈ മഹബ്ബത്തിനെ ഏറ്റവും വലിയ സംഗതിയായിട്ട് തന്നെയായിരുന്നു അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. നോക്കൂ നിങ്ങൾ, അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു സുനനിൽ കൊണ്ടുവരുന്ന ഹദീസ്, യുഹദ്ദിസു അൻ അലിയിൻ അന്ന റജുലൻ ഖാല ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ വന്നിട്ട് ഹബീബായ മുത്തുനബിയോട് പറയാണ്, അർറജുലു യുഹിബ്ബുൽ ഖൗമ വലാ യസ്തതീഉ അൻ യഅമല ബിഅമലിഹിം. ഒരു മനുഷ്യൻ ഒരു വിഭാഗം ആളുകളെ പ്രത്യേകം ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ വലാ യസ്തതീഉ അൻ യഅമല ബിഅമലിഹിം, ഓലൊക്കെ ചെയ്യുന്നത് പോലെയുള്ള അമല് ചെയ്യാനൊന്നും ഓനക്ക് കഴിയണില്ല. ഓര് ചെയ്യുന്നത്ര നിസ്കരിക്കുന്നില്ല, അവർ നോമ്പ് നോൽക്കുന്നത്ര അവർ നോമ്പ് നോൽക്കണില്ല, അവർ ഖുർആൻ പാരായണം ചെയ്യുന്ന പോലെ. ഷെയ്ഖുന സ്വാഹിബിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് കാലം ദീർഘമായ ഖുർആൻ പാരായണമായിരുന്നു. അന്ന് ഷെയ്ഖുനായെ കണ്ട പ്രായമുള്ള പലരും ഇന്നും ജീവിച്ചിരിപ്പുള്ളവരുണ്ട്. അവർ നമുക്ക് ആ കഥ പറഞ്ഞു തരും. മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ ആ തിണയുടെ മുകളിൽ ഇരിക്കുന്ന കാലം ദീർഘമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോലും നോക്കാതെ ഖുർആനിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത നാളുകൾ, ഭക്ഷണം പോലും കഴിക്കാതെ ജീവിച്ചിട്ടുള്ള കാലഘട്ടങ്ങൾ, അത് തുടർച്ചയായി വിസാലിൻ്റെ നോമ്പടക്കം പലതും ഷെയ്ഖുനായിൽ നിന്നുണ്ടായിട്ടുണ്ടല്ലോ. ഇങ്ങനെ മഹത്തുക്കളായ ഔലിയാക്കളുടെ ജീവിതത്തിൽ നോമ്പും നിസ്കാരവും. ഒരു മനുഷ്യൻ വന്ന് മുത്തുനബിയോട് ചോദിക്കുകയാണത്, ഒരാൾ ഒരു വിഭാഗത്തെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ വലാ യസ്തതീഉ അൻ യഅമല ബിഅമലിഹിം, അവർ ചെയ്യുന്നത് പോലുള്ള അമലുകൾ ചെയ്യാനൊന്നും അവർക്ക് കഴിയുന്നില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഖാല അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരു മനുഷ്യൻ ഒരാളെ സ്നേഹിച്ചാൽ അവർ അവരോട് കൂടെ തന്നെയാണ്. ഞാനിത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ആ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യത്തിൽ തന്നെയുണ്ട്, അവർ ചെയ്യുന്നത് പോലെയുള്ള അമലുകളൊന്നും ഇവൻ ചെയ്യുന്നില്ല എന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുമ്പോഴും ഹബീബായ തങ്ങൾ അൽ മർഉ മഅ മൻ അഹബ്ബ, സ്നേഹിച്ചവൻ സ്നേഹിച്ചവൻ്റെ കൂടെ തന്നെ എന്ന് തന്നെ കടുപ്പിച്ച് മറുപടി പറയുകയാണ്. ഇത് ഏതെല്ലാം രൂപത്തിൽ ഇമാം ബുഖാരി സ്വഹീഹിലടക്കം അദബുൽ മുഫ്രദിലടക്കം പലയിടത്ത് വ്യാപകമായി റിപ്പോർട്ട് ചെയ്ത ഹദീസ് പല രൂപത്തിൽ. അദബുൽ മുഫ്രദിൽ ഒരൊറ്റ റിവായത്ത് കൂടി ഞാൻ വായിക്കാം. സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റജുലൻ സഅലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ വന്ന് മുത്തുനബിയോട് ചോദിക്കുകയാണ്, യാ നബിയല്ലാഹ്, ഹബീബായ നബിയെ, മത്തസ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുന്നത്, ഖിയാമത്ത് നാൾ എപ്പോഴാണ് ഉണ്ടാവുക? ഫഖാല, ഹബീബായ തങ്ങൾ ചോദിച്ചു, വമാ അഅദത്ത ലഹാ, അതിനുവേണ്ടി, അന്ത്യനാളിന് വേണ്ടി, ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് നീ സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്? ആ മനുഷ്യൻ പറഞ്ഞു, മാ അഅദത്തു ലഹാ മിൻ കബീർ, അതിനുവേണ്ടി വലിയതൊന്നും എനിക്ക് ചെയ്തു വെച്ചത് പറയാനില്ല. ഇല്ലാ അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലാ, പക്ഷേ ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരോട് എൻ്റെ ഹൃദയത്തിൽ മഹബ്ബത്തുണ്ട്, അവരോടെനിക്ക് സ്നേഹമാണ്. അവർ സന്തോഷിച്ച് കാണുന്നത് എനിക്ക് സന്തോഷമാണ്, അവർ വിഷമിച്ച് കാണുന്നത് എനിക്ക് വിഷമമാണ്. അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നു, ഫഖാല അൽ മർഉ മഅ മൻ അഹബ്ബ, സ്നേഹിച്ചവൻ സ്നേഹിച്ചവൻ്റെ കൂടെ തന്നെ. അതിൽ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഹാന്മാർ മുഹദ്ദിസീങ്ങൾ പലരും ഈ ഹദീസിന്റെ കൂടെ ചേർത്തി പറയുന്നത് കാണും. ഖാല അനസ് റളിയല്ലാഹു അൻ, ഇത് കേട്ട അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ റഅയ്തുൽ മുസ്ലിമീന ഫരിഹു ബഅദൽ ഇസ്ലാമി അശദ്ദ മിമ്മാ ഫരിഹു യൗമഇദിൻ. എത്ര വലിയ വാചകം, എത്ര വലിയ സന്തോഷത്തിന്റെ വാചകം. ഫമാ റഅയ്തുൽ മുസ്ലിമീന ഫരിഹു ബഅദൽ ഇസ്ലാം, ഇസ്ലാമിന് ശേഷം, ഇസ്ലാം വന്നതിന് ശേഷം, ഹബീബായ തങ്ങളുടെ ബിഅസത്തിന് ശേഷം ഇവിടെ മുസ്ലിമീങ്ങൾ സന്തോഷിച്ച ഒരു ദിവസം ഞങ്ങൾ കണ്ടിട്ടില്ല. അശദ്ദ മിമ്മാ ഫരിഹു യൗമഇദിൻ, അന്നേ ദിവസം സന്തോഷിച്ചതിനേക്കാൾ കൂടുതൽ വിശ്വാസികൾ സന്തോഷിച്ച മറ്റൊരു ദിവസം ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു, ഹബീബായ തങ്ങളെ കൂടെ ജീവിക്കാൻ വലിയ ഭാഗ്യം ലഭിച്ച, ഖിദ്മത്തിന് ഭാഗ്യം ലഭിച്ച സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ. അപ്പോൾ മുത്തുനബിയിൽ നിന്ന് പല കാര്യങ്ങളും കണ്ട് അനുഭവിച്ച അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ബിഅസത്തിന് ശേഷം നമ്മൾ ഇത്ര കൂടുതൽ മുഅ്മിനീങ്ങൾ സന്തോഷം കണ്ടിട്ടില്ല. ഇത്ര കൂടുതൽ എന്ന് പറഞ്ഞാൽ മുത്തുനബി അൽ മർഉ മഅ മൻ അഹബ്ബ, സ്നേഹിച്ചാൽ അവർ സ്നേഹിച്ചവരെ കൂടെ എന്ന് പറഞ്ഞ ദിവസം സന്തോഷിച്ച പോലെ സന്തോഷിച്ചിട്ടില്ല. അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് അവരൊക്കെ പ്രിയപ്പെട്ടവരെ മഹബ്ബത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നത്.